ജപമാലയും ഉടമ്പടി നേർച്ച വസ്തുക്കളും എന്നും എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. ജപമാല ഞാൻ താഴെ വെച്ചിട്ടില്ല. എനിക്ക് എല്ലാത്തിനും ശക്തി തന്നുകൊണ്ടിരുന്നത് ജപമാലയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എനിക്ക് ആത്മവിശ്വാസം എന്നെ വളർത്തി. തൻ്റെ ഉടമ്പടി സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ OET എക്സാമും പിന്നെയുള്ള UK പോകുന്നതും അവിടെ ചെന്നുള്ള എക്സാം ഉണ്ട്. അതിനിടയിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പ്രഗ്നൻസി ആകുന്നു, ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരാഴ്ച കൂടിയേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ലോൺ കിട്ടുമോ ഇല്ലയോ, ഇതൊക്കെ മെറ്റേണിറ്റി ലീവ് തുടങ്ങിയാൽ ലോൺ കിട്ടില്ല. അപ്പോഴിങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും താൻ തളർന്നില്ല എന്നാണ് പറയുക. അതാണ് തിരുവചനവും പറയുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന്, ഓടിയാലും തളരില്ല എന്ന്, നടന്നാൽ ക്ഷീണിക്കുകയില്ല എന്ന്. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല, അത് നമുക്ക് മറക്കാതിരിക്കാം. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ ഉണ്ടാകും. നമുക്ക് കൂടെ ഒരു അമ്മയുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അമ്മയും നമ്മെ അനുഗ്രഹിക്കുവാൻ ഒരു കർത്താവും ഉള്ളപ്പോൾ നാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം ഇത് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പിതാവായ ദൈവം ഇവിടെ ആർക്കും വരാം, ഏത്